നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ജപ്പാൻ നാടോടി കഥയാണ്. ആ കഥ ഇതാണ്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു ഗ്രാമമാണ് ചവയാമ. ഒരു വലിയ മലയുടെ താഴ്വാരത്തിൽ എങ്ങോ ദൂരെ ഒരിടത്തായിരുന്നു ആ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ചൊഗിച്ചി എന്നു പേരുള്ള ഒരാൾ അവിടെ താമസിച്ചിരുന്നു. വിറകിന് തീയിട്ട് കരിയുണ്ടാക്കി വിൽക്കലായിരുന്നു ചൊഗിച്ചിയുടെ പ്രധാന തൊഴിൽ. തികഞ്ഞ ഈശ്വരഭക്തനും സത്യസന്ധനും തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അറിയാത്ത ഒരു പാവവുമായിരുന്നു അയാൾ. ഒരു ദിവസം ചൊഗിച്ചി തൻ്റെ വീട്ടിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. കഠിനമായ തപസ്സനുഷ്ഠിച്ച് ദീർഘകാലം ജീവിച്ചിരിക്കുവാനുള്ള വരം സിദ്ധിച്ച ഒരു അമാനുഷ്യനായിരുന്നു അദ്ദേഹം ചൊഗിച്ചിയോട് ഇപ്രകാരം പറഞ്ഞു: നീ തകയാമ എന്ന നഗരത്തിൽ പോയി അവിടെയുള്ള മിസോഗായി പാഷി എന്ന പാലത്തിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ നിനക്കൊരു നല്ല വാർത്ത കിട്ടും. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായി. ചൊഗിച്ചി ഞെട്ടിപ്പിടഞ്ഞെണീറ്റ് നോക്കിയപ്പോൾ താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നുവെന്ന് അവന് തോന്നി. ഈ സ്വപ്നത്തെപ്പറ്റി അവൻ വളരെ ദിവസങ്ങളോളം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തകയാമ എന്ന നഗരത്തിലേക്ക് പോകാൻ തന്നെ ചൊഗിച്ചി തീരുമാനിച്ചു. പല താഴ്വരകളും മലകളും കടന്ന് പല മാസത്തെ പ്രയാണത്തിനു ശേഷം ഒടുവിൽ അവൻ ആ നഗരത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ആ പാലം അന്വേഷിച്ചു പോയി. ഒരു പഴയ പാലമായിരുന്നു അത്. ജീർണിച്ചു പൊളിഞ്ഞു കിടന്നിരുന്ന ആ പാലത്തിൻ്റെ താഴെക്കൂടെ കളകളാരവത്തോടെ ഒരു നദി അതിശീഘ്രം ഒഴുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ വേഗം കണ്ടാൽ ആ പാലം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പതിച്ചേക്കുമെന്ന് തോന്നിയിരുന്നു. ചൊഗിച്ചി ആ പാലത്തിൽ കയറി പ്രതീക്ഷാനിർഭരനായി ഇരുട്ടുന്നത് വരെ അവിടെ ഇരുന്നു. യാതൊരു നല്ല വാർത്തയും അവന് കിട്ടിയില്ല. എന്നിരുന്നാലും വിശ്വാസം മാത്രം അവൻ കൈവിട്ട് കളഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസവും അവനവിടെ വന്നു. ഇരുട്ടുന്നത് വരെ അവിടെ ഇരുന്നു. ഇങ്ങനെ തുടർച്ചയായി 5 ദിവസം വരെ അവനവിടെ കാത്തിരുന്നു. ആ സന്യാസിയുടെ വാക്കുകളിൽ അവന് അഗാധമായ വിശ്വാസമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു നല്ല വാർത്ത കിട്ടാതിരിക്കില്ല, അത് കിട്ടുന്നതുവരെ അവിടെ കാത്തിരിക്കുക തന്നെ എന്ന് തീരുമാനിച്ചു. അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ പാലത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ ഒരു തൈര് കട ഉണ്ടായിരുന്നു. ആ കടക്കാരൻ കഴിഞ്ഞ 5 ദിവസങ്ങളായി ചൊഗിച്ചി ഈ പാലത്തിൽ വന്നു നിൽക്കുന്നത് കണ്ടിരുന്നു. ചൊഗിച്ചിയെ അയാൾക്ക് പരിചയമില്ല, കടക്കാരന് പരിചയമില്ല. എങ്കിലും എന്താണെന്ന് ചോദിച്ചു കളയാം എന്നുള്ള ഉദ്ദേശത്തോടെ ആ തൈര് കടയുടെ ഉടമസ്ഥൻ വന്ന് ചൊഗിച്ചിയോട് ചോദിച്ചു: എന്തിനാണ് ഇവിടെ വന്നു നിൽക്കുന്നത് എന്നറിയാൻ